എം മണി മന്ത്രിയാകും. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കും. പിണറായി മന്ത്രിസഭയിൽ വകുപ്പ് മാറ്റം ഉണ്ടാകുമെന്നും സൂചന. ഷീജ ചേർന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഷീജ, ഏതൊക്കെ രീതിയിലാണ് അഴിച്ചുപണി? മറ്റു വിവരങ്ങൾ. അഞ്ജു, പിണറായി മന്ത്രിസഭയിലേക്ക് എം മണിയും എത്തുന്നു. ആ തീരുമാനമാണ് ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി കൈക്കൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉടുമ്പൻചോല MLA ആയ എം മണി എത്തുന്നത്. നിലവിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി വകുപ്പ് ലഭിക്കും എന്നാണ് സൂചന. എന്നാൽ വകുപ്പുകൾ പുനഃക്രമീകരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചതായാണ് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ CPM-ന് 12 മന്ത്രിമാരാണുള്ളത്. ഇതിൽ ഒരു മന്ത്രിയായിരുന്ന EP ജയരാജൻ രാജിവെച്ചു. ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഏതായാലും എം മണിയെ പാർട്ടി സംസ്ഥാന ശുപാർശ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വകുപ്പ് പുനഃക്രമീകരണം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ അവകാശം മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാകും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും പാർട്ടി തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും സംസ്ഥാന താൽപര്യത്തിനായി വിട്ടുവീഴ്ചയില്ലാതെ തന്നെ താൻ പ്രവർത്തിക്കുമെന്നും നിയുക്ത മന്ത്രി എം മണി പ്രതികരിക്കുകയുണ്ടായി. അതേസമയം തനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന തന്റേതായ ശൈലി അത് ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റൊന്ന്, വകുപ്പ് പുനഃക്രമീകരണം സംബന്ധിച്ച് നിലവിൽ EP ജയരാജൻ മന്ത്രിയായിരുന്നപ്പോൾ കൈകാര്യം ചെയ്തിരുന്ന കായികവും യുവജനക്ഷേമവും മന്ത്രി AC മൊയ്തീന് നൽകാനാണ് നിലവിലെ തീരുമാനം. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി വകുപ്പാകും ഇനി മുതൽ എം മണിക്ക് ലഭിക്കുക. കടകംപള്ളി സുരേന്ദ്രന് നിലവിൽ ടൂറിസവും സഹകരണവും ടൂറിസം ഇത് രണ്ടും ലഭിക്കും. അതിനു പുറമെ യുവജനക്ഷേമം കൂടി ലഭിക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയാണ് അന്തിമമായി തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. ഏതായാലും എം മണി പിണറായി മന്ത്രിസഭയിലേക്ക് ഈ ആഴ്ച തന്നെ അധികാരമേൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. EP ജയരാജന്റെ ഒഴിവിലേക്ക് പാർട്ടി എം മണിയെ നിർദ്ദേശിച്ചതായി കോടിയേരി ബാലകൃഷ്ണൻ. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും കോടിയേരി പറഞ്ഞു. പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ ഒഴിവ് സഖാവ് EP ജയരാജൻ രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒഴിവ് നികത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് എം മണിയെ മന്ത്രിസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. വകുപ്പുകളിൽ ആവശ്യമായുള്ള പുനഃക്രമീകരണം വരുത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ പാർട്ടി തീരുമാനത്തിൽ സന്തോഷമെന്ന് എം മണി. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരുമെന്നും മണിയാശൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എന്നെ മന്ത്രിസഭയിൽപ്പെടുത്താൻ തീരുമാനിച്ചു, മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. പാർട്ടിയോട് എനിക്ക് അതിയായ സന്തോഷവും കടപ്പാടും ഉണ്ട്. അല്ല, വകുപ്പൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് വരുന്നേ ഉള്ളൂ. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭം നടത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മറ്റു പാർട്ടികളുമായി സംയുക്ത സമരത്തിന് തയ്യാറാണെന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയ പരിഗണനകളില്ലാതെ സഹകാരികളാകെ യോജിച്ചു നിന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണം. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാൻ CPIM സന്നദ്ധമാണ്. രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ ഇക്കാര്യത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും യോജിച്ച് ഒരു പൊതു പ്രക്ഷോഭണം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ LDF പ്രത്യേകമായ പ്രക്ഷോഭ സമര പരിപാടിക്ക് രൂപം കൊടുക്കുന്നതായിരിക്കും. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 107ആയി. 150ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 50-ലധികം പേരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. പാറ്റ്ന ഇൻഡോർ എക്സ്പ്രസ് ആണ് പുലർച്ചെ 3 മണിക്ക് പാളം തെറ്റിയത്. റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും 64 കിലോമീറ്റർ മാറി പുക്കറിയാനിലാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. പട്ന ഇൻഡോർ എക്സ്പ്രസിന്റെ 4 AC കോച്ചുകൾ ഉൾപ്പെടെ 14 ബോഗികൾ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർ കൂടുതലും ഉറക്കത്തിലായതിനാലാണ് അപകടത്തിൽ ആളപായം വർദ്ധിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ ഏറെയും.
ഗുരുതരമായി പരിക്കേറ്റവരെ കാൺപൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആർമി ഡോക്ടർമാർ ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും UP സംസ്ഥാന പോലീസും റെയിൽവേ സുരക്ഷാ വിഭാഗവും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ പാതയിലോടുന്ന 13 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും 6 ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പട്ന റെയിൽവേ സ്റ്റേഷനിൽ സഹായ കേന്ദ്രം തുറന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് റെയിൽവേ 3.5 ലക്ഷം രൂപയും ഉത്തർപ്രദേശ് സർക്കാർ 5 ലക്ഷം രൂപയും മധ്യപ്രദേശ് സർക്കാർ 2 ലക്ഷവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യമെന്ന് മന്ത്രി AC മൊയ്തീൻ. ഇക്കാര്യത്തിൽ സുധീർണമായി സംസാരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സലീമിന്റെ പരാതി CPIM-നെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഇത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായതെന്നും AC മൊയ്തീൻ പാലക്കാട്ട് പറഞ്ഞു. യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ജീവനക്കാരുടെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, തടസ്സമില്ല. KPCCയുടെ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് UDF ചർച്ച ചെയ്യട്ടെ, അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ചെറിയ രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസമെന്ന് മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സഹകരിക്കണം എന്നാണ് ഗവൺമെൻറ് നിലപാട്. അതിന് അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ സംസാരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവും. സഹകരണ ബാങ്ക് വിഷയത്തിൽ CPIM-മായി യോജിച്ച സമരമെന്ന് കോൺഗ്രസ് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മറിച്ചുള്ള പ്രചരണം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. ശ്രമങ്ങൾ സാധാരണ ജനങ്ങളെ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലെല്ലാം മാറ്റം വരുത്തുകയും പഴയ നോട്ടുകൾ പെട്രോൾ ബങ്കുകളിലൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തീയതി 24 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം ഒരു മാറ്റം വരുത്തണം. കാരണം അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് 10 മടങ്ങ് വർദ്ധിക്കും. കേന്ദ്ര ഗവൺമെൻറ്, പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ജനങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസത്തിന് നടപടി സ്വീകരിക്കണം. ഈ ബാങ്ക് നോട്ട് പിൻവലിക്കലിലൂടെ ഇങ്ങനെ മരിച്ച ആളുകൾ വാസ്തവത്തിൽ ഹൃദയാഘാതം വന്നതിന് തന്നെ കാരണം ഇതാണ്. അവരുടെ എല്ലാം മരണത്തിന് യഥാർത്ഥമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണം. ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ മാതൃകയിൽ കേരളത്തിലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ റിസർവ് ബാങ്കിൻ്റെ മുമ്പിലിരുന്ന് സമരം നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാനാണ്. സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കും. പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആതിര സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. CPIM-ഉം DYFI-യും ആതിരയുടെ വിവാഹത്തിന് സഹായം പ്രഖ്യാപിച്ചു. അതേസമയം പീപ്പിളിന്റെ ഇടപെടലിനെ അഭിനന്ദിക്കുകയാണ് അച്ചൻകോവിൽ നിവാസികൾ. പീപ്പിൾ TVയുടെ ഹാഷ്ടാഗ് ലൈഫ് ഫോർ ആതിര ക്യാമ്പയിനിനെ തുടർന്നാണ് ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഭൂപണയ വായ്പ തുക ദേശസാൽകൃത ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ ആതിരയുടെ വിവാഹം മുടങ്ങുമെന്ന ആശങ്ക ഒഴിവായെങ്കിലും സംസ്ഥാനത്ത് തന്റെ കുടുംബത്തെ പോലെ നിരവധി പേർ ആശങ്കയിലാണെന്ന തിരിച്ചറിവാണ് ആതിരയെ പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ പ്രേരിപ്പിച്ചത്. കള്ളപ്പണമോ നികുതി വെട്ടിപ്പോ അല്ലാത്ത പാവപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കിലെ നിക്ഷേപം പിൻവലിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ആതിര പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടത്. ആകെയുള്ള 25 സ്ഥലം ബാങ്കിൽ കൊണ്ട് പണം വെച്ചു. അത് ബാങ്കിൽ നിന്ന് പണം കഴിഞ്ഞ മാസം ചോദിച്ചപ്പോൾ ഈ മാസം 20,000 തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്തതിനാൽ 20,000 തീയതി മേടിച്ചോളാന്ന് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ അവർ പറയുന്നു പണം എല്ലാം മരവിച്ചെന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് കല്യാണത്തിന് യാതൊരു മാർഗങ്ങളുമില്ല. സഹകരണ ബാങ്കിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ആതിരയുടെ കുടുംബത്തിനുള്ള പണയത്തുക നൽകിയതിലൂടെ തെളിഞ്ഞതെന്ന് പീപ്പിൾ TVയോട് കടപ്പാടുണ്ടെന്നും CPIM നേതാവും കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനുമായ S ജയമോഹൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയിലൂടെ പുറത്തു വന്ന വാർത്തയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എന്തായാലും ബാങ്കിൽ ഇടപെട്ടപ്പോൾ അവർ അവരുടെ അക്കൗണ്ടിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പണം മാറ്റാം, വിവാഹം മുടങ്ങാതെ നടത്താൻ അധികം ഒരു റിസ്ക് എടുക്കേണ്ടി വന്നാലും ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്ന ഒരു സമീപനം ബാങ്ക് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമീപനം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുജനത്തെ സമീപിച്ച് ആതിരയ്ക്കായി ഫണ്ട് സ്വരൂപിക്കുമെന്ന് CPIM DYFI നേതാക്കളും പറഞ്ഞു. ഹാഷ്ടാഗ് ലൈഫ് ഫോർ ആതിര എന്ന പീപ്പിൾ TVയുടെ ക്യാമ്പയിൻ ഫലം കണ്ടു. പക്ഷേ ഇവിടം കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. സമരമുഖം തുറക്കാൻ പോവുകയാണ് അച്ചൻകോവിൽ നിവാസികൾ. അച്ചൻകോവിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. രാജ്യത്ത് കറൻസി പ്രതിസന്ധി രൂക്ഷമായി തുടരവേ ഇന്ന് ബാങ്ക് അവധി.
500 നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ ബാങ്ക് അവധിയാണിത്. തുടർച്ചയായി 11 ദിവസം പ്രവർത്തിച്ചതിനു ശേഷമാണ് ഇന്ന് ബാങ്കുകൾ അവധിയെടുത്തത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ATMകളിൽ പരമാവധി പണം നിറച്ചിട്ടുണ്ടെന്നാണ് ബാങ്കുകൾ പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രദമായേക്കില്ല. ചെറിയ നോട്ടുകളുടെ അഭാവം ഇന്നും ജനത്തിനെ ബുദ്ധിമുട്ടിച്ചു. ക്യാൻസർ ബാധിതനായ മകന് തുടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് പിതാവ് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. തൊടുപുഴ മലങ്കര തോട്ടത്തിലാണ് നാടിനെ ആശങ്കയിലാഴ്ത്തിയ നാടകീയ സംഭവം അരങ്ങേറിയത്. ക്യാൻസർ ബാധിതനായ മകന് തുടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് തൊടുപുഴ മലങ്കര തോട്ടത്തിലെ തൊഴിലാളിയായ ബിനികുമാർ ആത്മഹത്യ ചെയ്യാൻ റബ്ബർ മരത്തിന്റെ മുകളിൽ കയറിയത്. തിരുവനന്തപുരം RCCയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി തുടർ ചികിത്സയിലായിരുന്നു ബിനുകുമാറിന്റെ നന്ദു എന്ന 9-കാരൻ. കടുത്ത പനിയെ തുടർന്ന് മലങ്കര തോട്ടത്തിലെ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. ഡോക്ടറുടെ യോഗ്യതയിൽ സംശയം തോന്നിയ ബിനുകുമാർ പ്ലാന്റേഷൻ അധികാരികൾക്ക് പരാതി നൽകി. ഇതോടെ കമ്പനി അധികൃതർ ഈ ഡോക്ടറെ തോട്ടം ആശുപത്രിയിൽ നിന്നും ഒഴിവാക്കി. രോഗം മൂർച്ഛിച്ചതോടെ മകനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ബിനുകുമാർ അനുമതി പത്രം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നൽകാൻ കമ്പനി അധികൃതർ കൂട്ടാക്കിയില്ലെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. പലപ്പോഴും ഇങ്ങനെ റെഫറൻസ് ചീട്ട് കൊടുക്കാറില്ലായിരുന്നു. മുൻപിരുന്ന ഡോക്ടർ റെഫറൻസിനായിട്ട് ആളുകൾക്ക് ചീട്ട് കൊടുക്കാറില്ലായിരുന്നു. മകന്റെ തുടർ ചികിത്സ നിഷേധിച്ച കമ്പനി ബിനുകുമാറിനെതിരെ പോലീസിൽ പരാതിയും നൽകി. ഇതോടെയാണ് ബിനുകുമാർ മണ്ണെണ്ണയും കയറുമായി റബ്ബർ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. ഏറെ നേരം പോലീസും സഹപ്രവർത്തകരും നടത്തിയ അനുരഞ്ജനത്തിനൊടുവിലാണ് ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും ബിനുകുമാർ പിന്മാറിയത്. പ്രശ്നത്തിന് നാളെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പോലീസ് ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നോട്ടുകൾ അസാധുവാക്കിയ നടപടി സംസ്ഥാനത്തെ അനാഥ മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. 2000-ലധികം വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ അന്തേവാസികളും ഇതോടെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണക്കാർ നൽകുന്ന തുച്ഛമായ സംഭാവനകളാണ് ഈ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത്. തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന അനാഥരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന 100 കണക്കിന് വരുന്ന ആശ്രമങ്ങളാണ് നരേന്ദ്രമോദിയുടെ നോട്ടു പിൻവലിക്കലിലൂടെ പട്ടിണിയിലായിരിക്കുന്നത്. കയ്യും കാലും നഷ്ടപ്പെട്ടവരും മാനസിക അസുഖങ്ങളുള്ളവരുമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉപേക്ഷിച്ചതോടെ ഇവരുടെ ജീവിതം തെരുവുകളിലായിരുന്നു. ഇവിടെ നിന്നും ഇവരെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ച് പരിപാലിച്ചു വരുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പണം എത്തുന്നില്ല. സാധാരണക്കാരായ ജനങ്ങളും മറ്റും നൽകുന്ന തുച്ഛമായ സംഭാവനകളായിരുന്നു ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം. ബ്രദർ മാത്യു ആൽബിൻ, ശാന്തി ഭവൻ. പട്ടിണിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. കാരണം ആരെങ്കിലും 100-500 രൂപ കൊടുത്ത് അത് ഇവിടെ കൊണ്ടുവരുന്നില്ല. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. നേരത്തെ ആൾക്കാർക്ക് നാട്ടുകാരൊക്കെ 100 രൂപ, 200, 500, 50 ഒക്കെ ഇവിടെ തന്നിട്ടിരുന്നത്. ഇപ്പോൾ ഒറ്റ മനുഷ്യൻ വരുന്നില്ല ഇങ്ങോട്ട്. നോട്ടുകൾ പിൻവലിച്ചതോടെ പഴയ നോട്ടുകളും പുതിയ നോട്ടുകളും ഇപ്പോൾ ഇവരെ തേടി എത്താറില്ല. 2150 അനാഥാലയങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെയും ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ചില സ്ഥാപനങ്ങൾ ട്രസ്റ്റുകളും സൊസൈറ്റികളുമൊക്കെയായാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വന്നതോടെ തെരുവിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ പാവങ്ങളെ എങ്ങനെ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് സ്ഥാപന ഉടമകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അടുത്ത മാസത്തെ ശമ്പളം മുടങ്ങില്ലെന്ന് മന്ത്രി തോമസ് ഐസക്. ക്രിസ്മസ് ബോണസ് നൽകുന്നതിൽ സംസ്ഥാനത്ത് പ്രതിസന്ധി ഉണ്ടെന്നും സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമെന്നും തോമസ് ഐസക് പറഞ്ഞു. പരിശോധിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയായ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും കേരളത്തിൽ അനിവാര്യമാണ്. കേരളത്തിലെ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള പോലെയുള്ള കള്ളത്തരങ്ങളില്ല എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ കഴിഞ്ഞ ദിവസം MP-മാരോട് ഇന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നിശ്ചയമായിട്ട് തിരുത്തൽ വേണ്ടതാണ്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പഴയ നോട്ടുകൾ സംസ്ഥാനത്തെ നികുതി അടയ്ക്കാൻ സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് അറിയിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബിൽ മുതൽ KSRTC സീസൺ ടിക്കറ്റ് എടുക്കുന്നതിന് വരെ പഴയ നോട്ടുകൾ ഉപയോഗിക്കാമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കും വരെ ഇത് തുടരും.
ഇതിന്റെ ഉത്തരവും സർക്കാർ നാളെ പുറത്തിറക്കും. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇതേ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. മറ്റു ചില സംസ്ഥാനങ്ങളിലെ നികുതി കുടിശ്ശിക തീർക്കുന്നതിനും മറ്റുമായി പഴയ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന ഉത്തരവ് സംസ്ഥാനങ്ങൾ പുറത്തിറക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രിയുമായി തോമസ് ഐസക് കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് കേന്ദ്രം ഇതിന് സമ്മതം മൂടുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത്. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തോടെ സംസ്ഥാന വരുമാനം പക്ഷേ കുത്തനെ കുറഞ്ഞുവെന്ന് തോമസ് ഐസക് അറിയിച്ചു. എന്നാൽ അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ പ്രശ്നമുണ്ടാകില്ല. അതേസമയം ക്രിസ്മസിന് നൽകുന്ന ആനുകൂല്യങ്ങളടക്കം നൽകുന്നതിന് ചില പ്രതിസന്ധികൾ ഖജനാവ് നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതിന് പ്രതിസന്ധി ഉണ്ടാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അതേസമയം കേരളത്തിലെ സഹകരണ ബാങ്കുകളോടല്ല, എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളോടാണ് കേന്ദ്ര സർക്കാരിന് ആശങ്കയെന്നും തോമസ് ഐസക് അറിയിച്ചു. സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. കേന്ദ്രം അതോടൊപ്പം RBIയും ചില നീചതന്ത്രങ്ങളിലൂടെ സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിന് സംസ്ഥാനം ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. കേന്ദ്രം സഹകരണ ബാങ്കുകളെ കൈവിട്ടാലും സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കുമെന്നും തോമസ് ഐസക് ദില്ലിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഡിസൈനർ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കലവറയായ ജോൺ ഡിസൈൻസിന്റെ ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാലാരിവട്ടം ബൈപ്പാസ് റോഡിന് സമീപം പാടിവട്ടത്ത് പത്മശ്രീ ഭരത് മമ്മൂട്ടി ജോൺ ആൻഡ് ഡിസൈൻസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം നഗരത്തിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജോൺ ഡിസൈൻസ് വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഉദ്ഘാടന വേളയിൽ മമ്മൂട്ടി പറഞ്ഞു. ചലച്ചിത്ര താരം അമല പോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. തടത്തിൽ ഗ്രൂപ്പാണ് ജോൺ ഡിസൈൻസിന്റെ മുഖ്യ പ്രമോട്ടർ. മമ്മൂട്ടിക്കും അമല പോളിനുമൊപ്പം ജോബി ജോർജ് തടത്തിലും മക്കളും ഭദ്രദീപം കൊളുത്തി. ജോൺ ഡിസൈൻസിന്റെ ചീഫ് ഡിസൈനറും മാനേജിംഗ് പാർട്ണറുമായ ആൻമേരി ചെറിയാൻ, എറണാകുളം MLA ഹൈബി ഈഡൻ, BJP നേതാവ് AN രാധാകൃഷ്ണൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക പൈൽസ് ദിനത്തോടനുബന്ധിച്ച് കൊച്ചി അൽഷിഫ ഹോസ്പിറ്റലിൽ ഇന്നു മുതൽ മലദ്വാര ക്യാൻസർ പരിശോധനാ വിഭാഗം പ്രവർത്തനം തുടങ്ങും. അൽഷിഫ MD ഡോക്ടർ ഷാജഹാൻ യൂസഫ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പ്രവാസി മലയാളികൾ, IT പ്രൊഫഷണലുകൾ, വികലാംഗർ, BPL കാർഡ് ഉടമകൾ എന്നിവർക്ക് ചികിത്സ ഇളവ് നൽകും. 3000 രൂപ ചെലവ് വരുന്ന ഡിജിറ്റൽ റെക്ടൽ സ്കാനിംഗ് മുഴുവൻ രോഗികൾക്കും ഡിസംബർ വരെ സൗജന്യമായി ഉണ്ടെന്നും അൽഷിഫ MD അറിയിച്ചു. ഡോക്ടർ PC ജോസഫ്, ഡോക്ടർ ദിലീപ്, സുനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നു. വിജിലൻസിന്റെ തൊഴിലന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്നാണിത്. ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരനു വേണ്ടിയാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം 1 കോടിയോളം രൂപ വരുന്ന 3 നിക്ഷേപം മാറ്റിയെന്നാണ് സൂചന. കാലാവധി തീരുന്ന മുറയ്ക്ക് മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും മാറ്റാനാണ് നീക്കം. ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ നടപടി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് അക്കൗണ്ടും മറ്റ് നിക്ഷേപങ്ങളും മാറ്റാൻ പലതവണ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു നടപടിയും. എന്നാൽ ജീവനക്കാരുടെയും മറ്റും പ്രതിഷേധമുയർന്നതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് അനുഭാവിയായ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടിടപെട്ട സമ്മർദ്ദം ചെലുത്തി വീണ്ടും അക്കൗണ്ട് മാറ്റുന്നത്. നിലവിൽ ധനലക്ഷ്മി ബാങ്കിന്റെ നന്ദൻകോട് ശാഖയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകളുള്ളത്. ശബരിമലയിലും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി ധനലക്ഷ്മി ബാങ്കിലാണ് ഇടപാടുകളും. ഇത് മറ്റൊരു ദേശസാൽകൃത ബാങ്കിലേക്കാണ് മാറ്റാൻ തീരുമാനം. നന്ദൻകോട് നിന്നും ഏറെ അകലെ പൂജപ്പുരയിലെ ശാഖയിലേക്കാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മാറ്റുന്നതും. 7.5% പലിശ നൽകുമെന്ന ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മാറ്റുന്നത്. എന്നാൽ അടുത്തിടെ മാറ്റിയ 1 കോടി രൂപയ്ക്ക് 7.4% പലിശ നൽകിയിരുന്നുള്ളൂ. ഇതോടെയാണ് സംഭവം വിവാദമായതും. അക്കൗണ്ടുകൾ മാറ്റുന്നതടക്കം പല സുപ്രധാന തീരുമാനങ്ങളും ബോർഡ് അധികൃതർ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.